ഓണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആഘോഷത്തിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലേക്ക് കടന്നു മലയാളികൾ. സദ്യവട്ടങ്ങളും ഓണക്കോടിയും വാങ്ങാനുള്ള തിരക്കിലേക്ക് കടക്കുമ്പോൾ നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ്. വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ മുതൽ ഓണവിപണികളെല്ലാം സജീവമായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാർ തയ്യാറാണ്. ചാല മാർക്കറ്റിൽ നിന്ന് അജീഷ് ജയകുമാർ ആദ്യം ചേരുന്നു. അജീഷ്, ഉത്രാടപ്പാച്ചിൽ എത്രത്തോളം തിരക്കുണ്ട് അവിടെ? തലസ്ഥാനത്തെ ഉത്രാടപ്പാച്ചിൽ തിരക്ക് മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് കിഴക്കേക്കോട്ടയിലെ ഈ ചാലക്കമ്പോളത്തിലാണ്. രാവിലെ മുതൽ തന്നെ വസ്ത്രങ്ങളും പച്ചക്കറികളും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും വാങ്ങാനുള്ള വലിയ തിരക്കാണ് ചാലക്കമ്പോളത്തിൽ അനുഭവപ്പെടുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഇതുപോലെ വഴിയോര കച്ചവടക്കാർ മുതൽ വലിയ മാളിലുള്ള ആളുകൾ വരെ, കടക്കാർ വരെ വലിയ പ്രതീക്ഷയിലാണ് ഈ ഉത്രാടപ്പാച്ചിൽ ദിനത്തെ കാണുന്നത്. അത്രയധികം തിരക്കാണ് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ചാലക്കമ്പോളത്തിൽ തന്നെയാണ്. ഒരു തർക്കവുമില്ല. രാവിലെ മുതൽ തന്നെ എല്ലാ കടകളിലും ആളുകൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയോട് അടുക്കുമ്പോൾ തന്നെ ഈ ചാലക്കമ്പോളത്തിൽ ആളുകൾക്ക് നിന്ന് തിരിയാൻ പറ്റാത്തത്ര അവസ്ഥയിൽ തിരക്കായി കഴിഞ്ഞു. രാത്രിയാക്കുന്നതോടെ ആ തിരക്ക് കൂടും. ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം, വിലക്കയറ്റം വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പച്ചക്കറികൾക്കും പൂക്കൾക്കും വസ്ത്രങ്ങൾക്കും അടക്കം ന്യായമായ വില അല്ലെങ്കിൽ താങ്ങാനാവുന്ന വില മാത്രമേ ഇത്തവണ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളും വലിയ സന്തോഷത്തിലാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. എന്തായാലും ഇതാണ് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിലെ ഓണക്കാഴ്ചകൾ, ഉത്രാടക്കാഴ്ചകൾ. ഇനി തിരുവോണത്തെ വരവേൽക്കാനായി മലയാളികൾ വീണ്ടും ഒരുങ്ങുകയാണ്. ഇനി കൊച്ചിയിലെ കാഴ്ചകളിലേക്ക്, അശ്വിനിലേക്ക്. നമ്മളുള്ളത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ. അവിടെ ഓണാഘോഷത്തിന് വളരെ പേര് കേട്ടതാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷം നടക്കുന്ന, അല്ലെങ്കിൽ ഓണാഘോഷത്തിന് ഒരു ഭക്തിയുടെ പരിവേഷം കൂടി ലഭിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണസദ്യ, തൃക്കാക്കര സദ്യ. അതിനുള്ള തയ്യാറെടുപ്പുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ആദ്യ പന്തിയിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, വർഷങ്ങളായി സദ്യയുടെ ഭാഗമാവാറുള്ള ഉണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇവിടെ തന്നെ തൊട്ടടുത്ത തോപ്പിൽ സദ്യയുടെ പ്രത്യേകതയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. എല്ലാ വിഭവങ്ങളും ഉണ്ട്, ആവശ്യം കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഭക്തിയുടെ പരിവേഷം കൂടി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ആളുകളെല്ലാം വളരെ സന്തോഷത്തിൽ കൂടിയാണ് തൃക്കാക്കരയിലെ സദ്യ കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം ആയിട്ട് അവർ കാണുന്നു കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കൂടി വന്നാൽ ഇതിൻ്റെ അണിയറയിൽ വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. 20,000-ലധികം ആളുകൾക്കാണ് സദ്യ കൊടുക്കുന്നത്. അത് ഉത്രാട ദിനത്തിലും ഒപ്പം തിരുവോണ ദിനത്തിലുമാണ് പ്രധാനപ്പെട്ട ഈ ചടങ്ങ്, സദ്യ എന്നുള്ള ചടങ്ങ് നടക്കുന്നത്. 90കളുടെ തുടക്കത്തിലാണ് ഈ ഒരു സദ്യ എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. ആദ്യം അത് ഇവിടെ എത്തുന്ന ആളുകൾക്കാണെങ്കിൽ പിന്നീട് അത് ഒരു ജനകീയ സദ്യയായി മാറുന്നു. ജാതിമത ഭേദമന്യേ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ സദ്യയുടെ പ്രധാനപ്പെട്ട ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സദ്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഐറ്റം? എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മുടെ സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഇന്നും നാളെ ഉണ്ട്. എത്ര പേർക്ക് സദ്യ കൊടുക്കും? ഇന്ന് ഏതാണ്ട് ഒരു 10,000-15,000 പേര് താഴെ ഉണ്ടാവും. നാളെ 10,000-14,000 പേരുണ്ടാവും. തിരുവോണത്തിനാണ് പ്രധാനപ്പെട്ടതല്ലേ? ഏതാ തിരുവോണം പ്രധാനപ്പെട്ട? എൻ്റെ സദ്യ നമ്മളിപ്പോൾ ഒരു കാറ്ററിങ്ങിൻ്റെ മറ്റേ പ്രകാശ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ചെയ്യുന്നത്. ബാക്കി ഇവിടുത്തെ ജനങ്ങൾ മൊത്തം. പ്രധാനപ്പെട്ട വിഭവം എന്താ? ഏറ്റവും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇല്ല, പലയുടെ പായസം, 2 കൂട്ടം പായസം കൊടുക്കണം സദ്യ. എന്തായാലും അങ്ങനെയാണ് തൃക്കാക്കരയിലെ ഓണാഘോഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. മഹാബലിയെയും വാമനെയും ഒക്കെ ഒരേപോലെ ആരാധിക്കുന്ന ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയൊക്കെ ഇതിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സദ്യ കഴിക്കാത്തയാണോ? എല്ലാ വർഷം വരാറുണ്ടോ? ആദ്യമായിട്ടാണ് സദ്യ കഴിക്കുമ്പോൾ ഒരു ഫീല് വളരെ നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു സദ്യയാണ്. നമുക്ക് ഇന്നാണ് കഴിക്കാൻ ഭാഗ്യം കിട്ടിയത്. എന്നായിരുന്നേ? ഇവിടെ വാഴക്കാല. എന്തായാലും ചോറ് വിളമ്പി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ വലിയൊരു സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഓണത്തിൻ്റെ ഒരു വൈബിലേക്ക് തൃക്കാക്കര കഴിഞ്ഞ 10 ദിവസങ്ങളായി നീങ്ങിയിരിക്കുകയാണ്. ഓണം അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൂടി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. എന്തായാലും വലിയ തിരക്കിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് നിന്ന് അവിടുത്തെ ഓണവിശേഷങ്ങളുമായി ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദിലേക്ക്.
അങ്ങനെ കോഴിക്കോട് ഓണാഘോഷം പൊളിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. അപ്പം ഈ നഗരങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇത്തരത്തിൽ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുറച്ച് അമ്മമാർക്കും അതുപോലെ തന്നെ അച്ഛന്മാർക്കൊക്കെ ഒപ്പമാണ്. നമ്മൾ വെസ്റ്റിയിലുള്ള ഒരു അനാഥ മന്ദിരത്തിലാണ് ഉള്ളത്. അപ്പം ഇത്തവണത്തെ ഓണം നമുക്ക് ഇവർക്കൊപ്പം ഒന്ന് അടിച്ചു പൊളിക്കാം എന്നാണ്. ഇപ്പോൾ മാവേലിയൊക്കെ മാവേലിൻ്റെ കുടയാണ് ഞാൻ അല്പസമയം മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മാവേലിൻ്റെ പേരെന്താ? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ. നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ആദ്യം ഒരു പാട്ട് പാടോ? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെന്താരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലാതാനും. അമ്മ ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് വേഗം മനസ്സിലേക്ക്? ചെറുപ്പത്തെ ഓർമ്മ. ഇപ്പം പ്രായമായില്ലേ? മാവേലി, സദ്യ. അമ്മ എന്താ ഓണം എന്നൊക്കെ പറയുമ്പോ? അതന്നെ സദ്യ, ഓണം. ഓക്കെ, അടിപൊളിയാണോ? എന്നിട്ട് ഇത്തവണ കഴിഞ്ഞ വർഷം ഇതിപ്പം പുതിയ ഓണക്കോടിയാണോ? ഇതിലുണ്ട്. ഓക്കെ ഓക്കെ. എങ്ങനെ ഇവിടുത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ പൊതുവെ എങ്ങനെ നിങ്ങൾ സംഘടിപ്പിക്കാറ്? സംഘാടകരാണല്ലോ. അതെ അതെ, നല്ല രീതിയിലാണ്. നമ്മളിവിടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. പിന്നെ എല്ലാവരും പാട്ടൊക്കെ പാടി, പിന്നെ പൂക്കളിട്ടു, പിന്നെ ഓണസദ്യ ഒരുക്കി. ഇതിൽ ഇനി വേറെ ആരാ പാട്ട് പാടുന്ന ആള്? ഗിരിജമ്മ ഒരു പാട്ടും കൂടി പാടിത്തരാം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അപ്പം അങ്ങനെയാണ്. അപ്പം ഓണാഘോഷം ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ്. ഇന്ന് എന്തായാലും ഉത്രാടപ്പാച്ചിലാണ്. ആ ഓട്ടം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പം വൈകിട്ടോടു കൂടി ആകുമ്പോൾ കുറേ കൂടി തിരക്കുകളാവും. കുറേ കൂടി ഈ കോഴിക്കോട് മിഠായി തെരുവിലും അതുപോലെ തന്നെ പാളയത്തും മാളുകളിലും കോഴിക്കോട് ബീച്ചിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തിരക്ക് ഇനി വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും. അപ്പം തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാറിനും കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലായ്ക്കുമൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.